നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ കൺഫെഷൻ വേണം. അതായത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ വിശുദ്ധിയിലായിരിക്കണം. ഇപ്പൊ നമുക്കൊരു കാര്യം കോൺഫിഡൻസോടെ പറയണമെങ്കിൽ അതിന് വിശുദ്ധി വേണം. അപ്പം എന്തുകൊണ്ട് കുമ്പസാരിക്കണം എന്ന് ചോദിക്കുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് എന്തുകൊണ്ട് കുമ്പസാരിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധിയിലായിരിക്കണമെങ്കിൽ നമുക്ക് കുമ്പസാരം വേണം. അതായത് ഞാനൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം, എന്റെ ഈശോ വേദനിച്ചു. രണ്ടു തരത്തിലുള്ള കൺഫെഷൻ ഉണ്ട്. അതായത് പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപവും ഉണ്ട്. പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ കള്ളം ചെയ്യുമ്പോൾ എന്റെ ഈശോ വേദനിച്ചു, അതാണ് പൂർണ്ണ മനസ്താപം. അപൂർണ മനസ്താപം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കള്ളം പറഞ്ഞപ്പം ഈശോ എന്നെ ശിക്ഷിക്കൂ എന്നുള്ള ഓർത്തുള്ള ഒരു മനസ്താപം. അതല്ല നമുക്ക് വേണ്ടിയത്. നമ്മൾ ഈശോയുടെ മക്കളാണ്, നമുക്ക് വേണ്ടിയത് പൂർണ്ണ മനസ്താപമാണ് വേണ്ടിയത്. അതായത് ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞപ്പോൾ എന്റെ ഈശോ വേദനിച്ചു, അതെന്റെ ഈശോയെ വേദനിപ്പിച്ചു. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ കുമ്പസാരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കുമ്പസാരിക്കുവാണെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. ഇന്നിപ്പോ ആശിഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ആഴ്ചയിലും ആശിഷ് കുമ്പസാരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ആ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തപ്പം എന്റെ ഈശോ വേദനിച്ചു, എന്റെ അപ്പം വേദനിച്ചു, എന്റെ അപ്പം വേദനിച്ചു എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഓടി ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്, ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി. അതായത് അത് ഞാനും എന്റെ ഈശോയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാനൊരു കാര്യം പറഞ്ഞ അവർക്ക് വേദനിച്ചു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ ഞാനും എന്റെ ഈശോയും തമ്മിലുള്ള ബന്ധം, ആ ഒരു ബന്ധത്തിൽ നിന്നാണ് നമുക്ക് ഓടി അപ്പന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു കൃപ കിട്ടുന്നത്. ആ കൃപയാണ് നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. ആ വിശുദ്ധിയാണ് നമ്മളെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.